എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ രക്തം പുരണ്ട റോസാപ്പൂക്കൾ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇന്ന് അഴിയുകയാണ്. അധ്യായം 8. തടവറയിലെ കനൽ. ഇടുക്കിയിലേക്കുള്ള ആ വിജനമായ മലമ്പാതയിൽ പ്രകാശ് ഓടിച്ചിരുന്ന വണ്ടി കാറ്റിന്റെ വേഗതയിൽ പായുകയായിരുന്നു. പിൻസീറ്റിലിരുന്ന് മീര മരവിച്ച മനസ്സോടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ആര്യന്റെ അവസാനത്തെ ആലിംഗനത്തിന്റെ ചൂട് ഇപ്പോഴും അവളുടെ തോളുകളിൽ ബാക്കിയുണ്ട്. ബംഗ്ലാവിൽ അവൻ തനിച്ചാണ്. ചതിയുടെയും പകയുടെയും നടുവിൽ അവൻ തന്റെ മരണം കാത്തുനിൽക്കുകയാണോ എന്ന് അവൾ ഭയപ്പെട്ടു. പ്രകാശ്, നമുക്ക് തിരിച്ചുപോയാലോ? അദ്ദേഹത്തെ അവിടെ തനിച്ചാക്കുന്നത് ശരിയല്ല. എനിക്ക് എന്തോ ഒരു അപകടം മണക്കുന്നു, മീര വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇല്ല കൊച്ചമ്മേ, ഭായിയുടെ ഉത്തരവാദിത്തം നിങ്ങളെ സുരക്ഷിതയാക്കുക എന്നതാണ്. അതിന് വിപരീതമായി ഞാൻ ഒന്നും ചെയ്യില്ല. നമ്മൾ എസ്റ്റേറ്റിലെത്തിയാൽ ഭായിയും അങ്ങോട്ട് വരും, പ്രകാശ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രകാശിന്റെ വാക്കുകൾ പൂർത്തിയാകുന്നതിനു മുൻപേ റോഡിനു കുറുകെ ഒരു വലിയ ലോറി കുറുകെ വന്നു നിന്നു. പ്രകാശ് ആഞ്ഞു ബ്രേക്കിട്ടു. ടയറുകൾ റോഡിൽ ഉരസുന്ന ഭീകരമായ ശബ്ദം ആ താഴ്വരയിൽ മുഴങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ചുറ്റുമുള്ള കാടുകളിൽ നിന്ന് തോക്കുധാരികൾ പുറത്തുവന്നു. അവർ വണ്ടി വളഞ്ഞു. പ്രകാശ്, പുറത്തിറങ്ങൂ. സഞ്ജയുടെ ശബ്ദം ഇരുട്ടിൽ നിന്ന് മുഴങ്ങി. സഞ്ജയ് സാവധാനം കാറിനടുത്തേക്ക് നടന്നു വന്നു. അവന്റെ മുഖത്ത് ഒരു പൈശാചികമായ ചിരിയുണ്ടായിരുന്നു. ആര്യൻ വിചാരിച്ചത് അവൻ വലിയ ബുദ്ധിമാനാണെന്നാണ്. പക്ഷേ അവന്റെ ഓരോ നീക്കവും ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. മീരയെ അവൻ മാറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രകാശ് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും സഞ്ജയുടെ ആളുകൾ അവനെ തോക്കിൻ കുഴലുകൊണ്ട് അടിച്ചു വീഴ്ത്തി. മീരയെ അവർ കാറിൽ നിന്ന് ബലമായി വലിച്ചിറക്കി. എന്നെ വിടൂ സഞ്ജയ്, നീ അവനെ ചതിക്കുകയാണ്. അവൻ നിന്നെ സഹോദരനെ പോലെയാണ് കണ്ടത്. നിനക്ക് മാപ്പില്ല. മീര അലറി. സഹോദരനോ? അധികാരത്തിന് മുന്നിൽ എന്ത് സഹോദരൻ മീര? ഈ നഗരം ആര്യന്റെ കാൽ കീഴിലായിരുന്നു. പക്ഷേ അവൻ നിനക്ക് വേണ്ടി അത് അടിയറവ് വെച്ചു. അവൻ ദുർബലനായി. ആ ദുർബലതയാണ് ഞങ്ങളുടെ വിജയം. സഞ്ജയ് മീരയുടെ മുഖത്ത് നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട സിമന്റ് ഗോഡൌണിലേക്കാണ് മീരയെ അവർ കൊണ്ടുപോയത്. പൊടിയും ചിലന്തി വലകളും നിറഞ്ഞ ആ ഇരുണ്ട മുറിയിൽ അവളെ അവർ ചങ്ങലക്കിട്ടു. അവിടെ ഷെരീഫും എത്തിയിരുന്നു. സ്വാഗതം മീര. ഷെരീഫ് തന്റെ സിഗരറ്റ് പുക മുകളിലേക്ക് വിട്ടുകൊണ്ട് പറഞ്ഞു. നിന്റെ ആര്യൻ ഇപ്പോൾ അവന്റെ ബംഗ്ലാവിൽ അവസാനത്തെ ശ്വാസത്തിനായി പോരാടുകയായിരിക്കും. അവൻ അവിടെ മരിച്ചില്ലെങ്കിൽ നിന്നെ തേടി അവൻ ഇങ്ങോട്ട് വരും. അതായിരിക്കും അവന്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്ര. കാരണം ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അവനുള്ള ശവക്കുഴിയാണ്. മീര ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണുനീരില്ലായിരുന്നു. പകരം ആര്യൻ പകർന്നു നൽകിയ ആ പോരാട്ട വീര്യം അവിടെ തിളങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവനെ അറിയില്ല ഷെരീഫ്. അവനൊരു ഗ്യാങ്സ്റ്റർ അല്ല. അവനൊരു കൊടുങ്കാറ്റാണ്. അവൻ ഇങ്ങോട്ട് വരും, പക്ഷേ നിങ്ങളെ രക്ഷിക്കാനല്ല, നിങ്ങളെ ഓരോരുത്തരെയും ഈ മണ്ണിൽ അടക്കം ചെയ്യാൻ വേണ്ടി. ഷെരീഫ് അവളെ അടിക്കാൻ കൈയോങ്ങിയെങ്കിലും സഞ്ജയ് അവനെ തടഞ്ഞു. ഇവളെ ഇപ്പോൾ ഉപദ്രവിക്കേണ്ട ഭായ്. ആര്യനെ തകർക്കാൻ ഇവൾ നമുക്ക് വേണം. അവൻ വരുമ്പോൾ അവന്റെ കൺമുന്നിൽ വെച്ച് ഇവൾ അനുഭവിക്കണം. അതേസമയം തന്റെ ബംഗ്ലാവിൽ ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരുന്ന ആര്യന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ സന്ദേശം വന്നു. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട മീരയുടെ ചിത്രം കണ്ടതും ആര്യന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവന്റെ ഉള്ളിൽ ഇത്രയും കാലം മീരയ്ക്ക് വേണ്ടി അവൻ അടക്കി നിർത്തിയ ആ ക്രൂരനായ ഗ്യാങ്സ്റ്റർ പൂർണ്ണ രൂപത്തിൽ ഉണർന്നു. അവന്റെ കണ്ണുകൾ ചോരവർണ്ണമായി മാറി. തന്റെ മുന്നിൽ നിന്ന 3 പേരെ അവൻ നിമിഷനേരം കൊണ്ട് വെടിവെച്ചു വീഴ്ത്തി. അവൻ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. സഞ്ജയ്, നീ എന്റെ പെണ്ണിനെ തൊട്ടു. ഇനി ഈ ഭൂമിയിൽ നിനക്കൊരിടത്തും ഒളിക്കാനാവില്ല. നരകം നിനക്ക് വേണ്ടി ഞാൻ കൊച്ചിയിൽ ഒരുക്കും, ആര്യൻ ഗർജിച്ചു. അവൻ തന്റെ റേഞ്ച് റോവർ സ്റ്റാർട്ട് ചെയ്തു. വഴിയിൽ തടഞ്ഞു നിന്ന വാഹനങ്ങളെ അവൻ ഇടിച്ചു തെറിപ്പിച്ചു. മീരയെ തടവിലാക്കിയ ഗോഡൌൺ ലക്ഷ്യമാക്കി അവൻ ഒരു മരണദൂതനെ പോലെ പാഞ്ഞു. വഴിയിൽ കണ്ട ഷെരീഫിന്റെ ഓരോ ചെറിയ താവളവും അവൻ തകർത്തുകൊണ്ടിരുന്നു. ഓരോ വെടിയുണ്ടയ്ക്കും മീരയുടെ ഓരോ കണ്ണുനീർ തുള്ളിയുടെയും വിലയുണ്ടായിരുന്നു. ഗോഡൌണിൽ മീര തന്റെ കയ്യിലെ മാലയിലെ ആ കറുത്ത പൂമ്പാറ്റയുടെ ലോക്കറ്റിൽ മുറുകെ പിടിച്ചു. അവൾക്കറിയാമായിരുന്നു ആര്യൻ വരുന്നുണ്ടെന്ന്. തടവറയിലെ ആ കൊടും തണുപ്പിലും അവളുടെ ഉള്ളിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു. ദൂരെ വണ്ടികളുടെ ശബ്ദവും വെടിയൊച്ചകളും കേട്ടു തുടങ്ങി. ഗോഡൌണിന്റെ പുറത്ത് കാവൽ നിന്നവർ പരിഭ്രമിച്ചു. ഭായ്, ആര്യൻ എത്തിയിട്ടുണ്ട്. അവൻ ഒറ്റയ്ക്കല്ല, അവനൊരു ഭ്രാന്തനെ പോലെയാണ് വരുന്നത്. അവന്റെ മുന്നിൽ ആർക്കും നിൽക്കാൻ കഴിയുന്നില്ല, ഒരു ഗുണ്ട പേടിയോടെ ഓട്ടി വന്നു പറഞ്ഞു. സഞ്ജയ് തന്റെ തോക്ക് ലോഡ് ചെയ്തു. വരട്ടെ, അവൻ ഇന്നിവിടെ അവസാനിക്കും. ഷെരീഫ് ഭായ്, നമുക്ക് മീരയെ ഉപയോഗിക്കാം. മീര പതുക്കെ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ മരണഭയമില്ലായിരുന്നു. പകരം ആര്യനോടുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. യുദ്ധം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആര്യൻ എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ നിമിഷങ്ങൾ മാത്രം.
മീര തടവറയിലാണ്. ആര്യൻ സർവ്വനിയന്ത്രണവും വിട്ട് മരണത്തിന്റെ വ്യാപാരിയായി മാറിക്കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവളെ രക്ഷിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും. എന്നാൽ സഞ്ജയും ഷെരീഫും ഒരുക്കിവെച്ചിരിക്കുന്ന ആ കെണിയിൽ ആര്യൻ വീഴുമോ? അടുത്ത അധ്യായത്തിൽ കൊച്ചി നഗരം കണ്ട ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലിന് സാക്ഷ്യം വഹിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.